പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകാനുഗ്രഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1499 ജന്മദിന സുദിനത്തിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിമിനെന്നോ അമുസ്ലിമിനെന്നോ മാത്രമല്ല, നിർജീവ വസ്തുക്കൾ സർവ്വസസ്യലതാദികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹമാണ്, റഹ്മത്താണ്. ജീവിക്കുന്ന കാലം മുഴുവനും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും മരിച്ചു കിടക്കുമ്പോൾ മനോഹരമായി അന്തസ്സോടുകൂടി കിടക്കാൻ എങ്ങനെ അവൻ ജീവിതം ക്രമപ്പെടുത്തണമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹജീവി സ്നേഹവും പ്രകൃതിയോടുള്ള കടമയും വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകളും ഏതു മുതൽ അടുക്കളപ്പുര മുതൽ അന്താരാഷ്ട്രം വരെ, മൂക്ക് ചീറ്റുന്നത് മുതൽ മൂത്രമൊഴിക്കുന്നത് വരെ, മുണ്ടെടുക്കുന്നത് മുതൽ മുടി മുറിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് പ്രവാചകനിൽ ഉദാത്തമായ മാതൃകയുണ്ട്. നിങ്ങളുടെ റോൾ മോഡലായി ആരെയും സ്വീകരിക്കാൻ കടന്നു പോകേണ്ടതില്ല. നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നോക്കൂ. എത്രയോ ആളുകളാണ് തന്റെ താരസുന്ദരികളായും തന്റെ താരനായകന്മാരായും സിനിമാ നായകന്മാരെ ഹൃദയത്തിലേറി നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ വീടിന്റെ ചുമർ ചിത്രങ്ങളിൽ പോലും സിനിമാ നായകന്മാരാണ്. സോഷ്യൽ മീഡിയകളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പലരുടെയും മുഖംമൂടികൾ അടിഞ്ഞു വീഴുന്നതാണ്. യഥാർത്ഥത്തിൽ നാം ഫാൻസ് അസോസിയേഷനുകളായി ആഘോഷിച്ചിരുന്ന, നാം റോൾ മോഡലായി കണ്ടിരുന്ന മെഗാസ്റ്റാറിന് കൈയടിച്ചുകൊണ്ടിരുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അല്ലാതെ ലോകത്തൊരാൾക്കും സാധിക്കുകയില്ല. ലോകത്തിന്റെ മൈക്കൽ എച്ച്ഹാർട്ടിന്റെയും ഇന്ത്യയുടെ പുരാണ ദാർശനിക നേതാക്കളായിരുന്ന ബഹുമാനപ്പെട്ട സ്വാമി വിവേകാനന്ദനും അതുപോലെ ശ്രീനാരായണ ഗുരുവൊക്കെ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് ഒരു നൂൽപ്പാലം പണിത പ്രവാചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളെ സമത്വത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും മഹിതമായ സന്ദേശങ്ങളെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത് അയൽപക്കത്ത് പട്ടിണി കിടക്കുന്ന അപ്പുക്കുട്ടനും മുസ്ലിം അപ്പുറത്തുള്ളവന് ഭക്ഷണം കൊടുക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. മാത്രമല്ല, ബന്ധങ്ങൾക്കിടയിൽ നാം വിള്ളലുണ്ടാക്കരുത്. ബന്ധങ്ങളെപ്പോഴും ചേർത്ത് പിടിച്ച്, മനുഷ്യനെ ചേർത്ത് പിടിച്ച്, അവിടെ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യനായി കാണാനുള്ള മഹത്തായ മൂല്യബോധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ പ്രവാചകന്റെ ഈ ജന്മദിനം ലോകമെമ്പാടും ആഘോഷിക്കേണ്ടതാണ്. എല്ലാവർക്കും മതസൗഹാർദ്ദത്തിന്റെ പാട്ടുകൾ പാടിക്കൊടുക്കണം. മതസൗഹാർദ്ദത്തിന്റെ പ്രവർത്തനങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരാഘോഷമാണ് നമ്മുടെ കെൽട്രോൺ മസ്ജിദ് നൂറാൻ മിസ്ബാഹുൽ ഹുദ മദ്രസ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മക്കളും കാരണവന്മാരും നാട്ടുകാരണവന്മാരും ചെറുപ്പക്കാരുമെല്ലാം ഈ നബിയോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമായാണ്, ഒരു പ്രവർത്തനമായാണ് ഇത്തരം റാലികൾ നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല നിലയിൽ ഇവയെല്ലാം പൂർത്തീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് പതാക ഉയർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡന്റ് നാസർ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.